പോലും നരേന്ദ്രമോദി എന്ന് പറയുന്ന ലോകം ആരാധിക്കുന്ന എന്റെയും നിങ്ങളുടെയും ഏറ്റവും വലിയ സ്വപ്നം, ഈ രാജ്യത്തിന്റെ പ്രതീക്ഷയായിട്ടുള്ള നരേന്ദ്രമോദിക്ക് കുറഞ്ഞു പോയത് എന്ത്, വോട്ട് കുറഞ്ഞു പോയത് എന്ന് വരെ പറഞ്ഞ ആളുകളുണ്ട്. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, അമേരിക്കയിൽ പോലും പ്രസിഡന്റ് പദവിയിൽ ഒരു തവണ ഇരുന്നതിന് ശേഷം രണ്ടാമത്തെ തവണ ആളുകളെ അഭിമുഖീകരിച്ചപ്പോ മിസ്റ്റർ ട്രംപ് തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നു. ലോകത്തിന്റെ ചരിത്രം അതാണ്. പ്രിയപ്പെട്ടവരെ, ബ്രിട്ടനിൽ പോലും നമുക്ക് സങ്കടമുണ്ട്. നമ്മുടെ തന്നെ ഭാരതത്തിലെ ഒരു ചെറുപ്പക്കാരനാണ് മിസ്റ്റർ ഋഷി സുനക്. പക്ഷേ ആ ബ്രിട്ടനിൽ പോലും രണ്ടാമതൊരാൾ അധികാരത്തിലേക്ക് വരാൻ വേണ്ടി ശ്രമിച്ചപ്പോ, അല്ലെങ്കിൽ ആളുകളെ അഭിമുഖീകരിച്ചപ്പോ അവിടെ ഇൻകംബൻസി ഫാക്ടർ ഉണ്ടായി. ഋഷി സുനക് നമ്മൾ ദുഃഖത്തോടുകൂടി കണ്ടു. ഋഷി സുനകിന്റെ പരാജയം നമ്മൾ കണ്ടു. എന്നാൽ ഒരു തവണ ഇന്ത്യയിൽ ഏറ്റവും വലിയ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി നരേന്ദ്രമോദി, രണ്ടാമത്തെ തവണയും ഗുജറാത്തിന്റെ മുഖ്യമന്ത്രി നരേന്ദ്രമോദി, മൂന്നാമത്തെ തവണയും ഗുജറാത്തിന്റെ മുഖ്യമന്ത്രി നരേന്ദ്രമോദി, രാജ്യത്തിന്റെ ഒരു തവണ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, രണ്ടാമതും നരേന്ദ്രമോദി. രാജ്യം പറഞ്ഞു ഞങ്ങൾക്ക് ഇനിയും വേണം ഈ മനുഷ്യനെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ മൂന്നാമതും രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായ ജനം ആക്കിയ, ഓട് പൊളിച്ചകത്ത് കടന്നതല്ല മിസ്റ്റർ വി ഡി സതീശൻ, ഓട് പൊളിച്ചകത്ത് കടന്നതല്ല നരേന്ദ്രമോദി. നരേന്ദ്രമോദി പറയുകയാണ് പാർലമെന്റില്, ഒരു കുട്ടി, ഞാൻ വിശദീകരിക്കുന്നില്ല, സമയം പരിമിതമാണ്, വളരെ സീനിയർ ആയിട്ടുള്ള ആളുകളാണ് ഈ വേദിയിൽ ഇരിക്കുന്നത്. മോദിജി പറയുകയാണ് 100ൽ 99 കിട്ടിയതുപോലെയാണ് രാഹുൽ ഗാന്ധിയുടെ പ്രകടനം എന്ന് പറഞ്ഞുകൊണ്ട് രാഹുൽ ഗാന്ധിയെ ചൂണ്ടി നമ്മുടെ നരേന്ദ്രമോദിജി സംസാരിച്ചപ്പോ നിങ്ങൾക്കറിയുമോ, ലല്ലു പ്രസാദ് യാദവ്, ശരത് പവാർ, മമതാ ദീദി, പിന്നെ സ്റ്റാലിൻ, പിന്നെ നിഴല് പോലെ നിന്ന് സഹായിക്കുന്ന പിണറായി വിജയൻ, ഈ രാജ്യത്ത് ഒരു ഭാഗത്ത് രാജ്യത്തെ മുന്നോട്ട് നയിക്കാൻ വേണ്ടി ശ്രീമാൻ നരേന്ദ്രമോദിയുടെ പ്രസ്ഥാനം, നമ്മുടെ പ്രസ്ഥാനം NDA ഒരു ഭാഗത്ത് നിൽക്കുമ്പോ മറുഭാഗത്ത് നിന്നത് രാഹുൽ ഗാന്ധിയുടെ പാർട്ടിയും, ഒരിക്കലും രാഹുൽ ഗാന്ധിയുടെ പാർട്ടിയുടെ ആശയത്തെ അംഗീകരിക്കില്ല എന്ന് പറഞ്ഞ പ്രാദേശിക പാർട്ടികളും എല്ലാവരും ഒരുമിച്ച് കൂടിയിട്ടാണ് ഇന്ന് ഇന്ത്യൻ പാർലമെന്റില് ഒരു പ്രതിപക്ഷത്തിന്റെ റോൾ ഏറ്റെടുത്തിട്ടുള്ളതെങ്കിൽ നരേന്ദ്രമോദിജി പറഞ്ഞ എന്താണെന്ന് അറിയുമോ, പ്രതിപക്ഷം ശക്തമാവണം. പ്രതിപക്ഷം ശക്തമാവുന്നത് രാഹുൽ ഗാന്ധിക്ക് ടൂറ് പോകാൻ വേണ്ടിയിട്ടല്ല. പ്രതിപക്ഷം ശക്തമാകുന്നതോ, പ്രതിപക്ഷം നരേന്ദ്രമോദിയുടെ മുഖത്ത് നോക്കിക്കൊണ്ട് വിരൽ ചൂണ്ടുന്നതോ ഈ രാജ്യത്തെ അമ്മമാർക്ക് സൗകര്യങ്ങൾ ഉണ്ടാക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടല്ല. പ്രതിപക്ഷം കെജ്രിവാൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ മുഖത്ത് നോക്കിക്കൊണ്ട് നിങ്ങൾ ചോദ്യങ്ങൾ ഉന്നയിക്കുന്നത് നിങ്ങൾക്ക് ജയിലിനകത്ത് പോകാതിരിക്കാൻ വേണ്ടിയാണ് നിങ്ങൾ ഇന്ത്യ സഖ്യം ഈ രാജ്യത്തിന്റെ മുന്നിൽ കൊണ്ടുവന്നിട്ടുള്ളതെങ്കിൽ ആ സഖ്യത്തിന്റെ ഏറ്റവും അവസാനത്തിന്റെ കത്തിപ്പടരലാണ് ഇന്ന് നമ്മൾ ഈ രാജ്യത്തിനകത്ത് കാണുന്നതെങ്കിൽ ഇതൊന്നും ചിന്തിക്കാതെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ലോകരാജ്യത്തേക്ക് യാത്ര ചെയ്യുകയാണ്. എന്തിനാണ് അദ്ദേഹം ലോകരാജ്യത്തേക്ക് യാത്ര ചെയ്യുന്നത്? എനിക്കും നിങ്ങൾക്കും, ഈ ഭാരതത്തിലെ മുഴുവൻ മനുഷ്യർക്കും, മുസ്ലിം എന്നോ ക്രിസ്ത്യൻ എന്നോ ഹിന്ദു എന്നോ ഒരു വ്യത്യസ്തതയുമില്ലാതെ ഈ രാജ്യത്തെ മുഴുവൻ മനുഷ്യരെയും ലോകത്തിന്റെ നെറുകയിലേക്ക് എത്തിക്കാൻ പഴയ നരേന്ദ്രൻ പറഞ്ഞതുപോലെ അഭിനവ നരേന്ദ്രൻ പ്രതിജ്ഞാബദ്ധനായിട്ട് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് പാലക്കാട് ഞാനും നിങ്ങളും ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. പല മാധ്യമങ്ങളും ചോദിക്കുന്നുണ്ട്, ആരാണ് പാലക്കാടിലെ സ്ഥാനാർത്ഥി? ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, സ്ഥാനാർത്ഥി ആരുമാകട്ടെ, സ്ഥാനാർത്ഥി ആരുമാകട്ടെ, ഇവിടെ ഇരിക്കുന്ന നിങ്ങളുടെയും എന്റെയും ചുമതല, ഇവിടെ ഇരിക്കുന്ന ഈ 2 മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ നമ്മളോടൊപ്പം നിന്നുകൊണ്ട് പറയും, താമര ചിഹ്നത്തിൽ ആര് നിന്നാലും പാലക്കാട് നിന്ന് വിജയിക്കണം. ആ പ്രതിബദ്ധത ഏറ്റെടുത്തുകൊണ്ടാണ് നമ്മൾ കേരളത്തിന്റെ മുന്നിൽ നമ്മൾ ഇന്നൊരുക്കിയിട്ടുള്ള ഈ ഗ്രൗണ്ട് ഉണ്ടല്ലോ, ഈ ഗ്രൗണ്ടില് 1-ാം തരം ബാറ്റ്സ്മാൻമാരുണ്ട്, നല്ല ബൗളർമാരുണ്ട്, നല്ല ഗ്രൗണ്ട് ഉണ്ട്, എല്ലാം സജ്ജമായി കഴിഞ്ഞിട്ടുണ്ട്. സെഞ്ചുറി അടിക്കാനുള്ള തീരുമാനം, ആ തീരുമാനം ഏറ്റെടുത്തുകൊണ്ടായിരിക്കണം ഈ കളിക്കളത്തിൽ ഞാനും നിങ്ങളും മുന്നോട്ട് പോകേണ്ടത് എന്ന് മാത്രം സൂചിപ്പിക്കാനായിട്ടാണ്
ഞാൻ ഈ അവസരത്തെ ഉപയോഗപ്പെടുത്തുന്നത്. നിങ്ങളാണ് കരുത്ത്. ഈ മുകളിൽ ഇരിക്കുന്നവരും താഴെ ഇരിക്കുന്നവരും തമ്മിൽ ഒരു വ്യത്യാസവുമില്ല. നിങ്ങൾ 15 കൊല്ലം പണിയെടുത്തില്ലേ? നിങ്ങൾ 25 കൊല്ലം പണിയെടുത്തു. നിങ്ങൾ 30 വർഷം പണിയെടുത്തു. 40ഉം 45ഉം 50ഉം വർഷം പണിയെടുത്ത ആളുകൾ ഇവിടെയുണ്ട്. എന്താണ് അതിനർത്ഥം? എല്ലാവരും നമ്മുടെ ഈ പ്രസ്ഥാനത്തിന്റെ വളർച്ചയാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ആ വളർച്ചയുടെ കേളികൊട്ട് അത് കേരളത്തിന്റെ മണ്ണിൽ തുടങ്ങിക്കഴിഞ്ഞു. അതിന്റെ കേളികൊട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ നിയമസഭയ്ക്കകത്ത് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മുന്നിൽ എണീറ്റു നിന്നുകൊണ്ട് പാലക്കാടിലെ പാവപ്പെട്ടവർക്ക് വേണ്ടി ചോദ്യം ഉന്നയിക്കാൻ ഭാരതീയ ജനതാ പാർട്ടിയുടെ MLA ഉണ്ടാകും. അത് ഉണ്ടാക്കണമെന്നുള്ളതാണ് എന്റെയും നിങ്ങളുടെയും അടുത്ത കർമ്മ പരിപാടി. അതിനാണ് 2 ജ്യേഷ്ഠ സഹോദരന്മാർ മന്ത്രിമാരായി നമ്മളോടൊപ്പം ഉള്ളത്. ഒരാൾ ഇപ്പുറത്തിരിക്കുന്ന മുൻ മന്ത്രി എങ്ങനെയാണ് സംഘടനയെ കരുത്തുറ്റതാക്കി മാറ്റാൻ സാധിക്കുക എന്ന് 6 വർഷക്കാലം തെളിയിച്ചിട്ടുണ്ടെങ്കിൽ സമര പോരാട്ടങ്ങളിലൂടെ കേരളത്തിന് ഒരു വലിയ വഴി തുറന്നു വെച്ചിട്ടുള്ള ഇന്നത്തെ നമ്മുടെ പ്രിയപ്പെട്ട ശ്രീമാൻ സുരേന്ദ്രനും ഞങ്ങളെല്ലാവരും ഈ കളിക്കളത്തിൽ ഉണ്ടാകും. ആ കളിക്കാരിൽ നിങ്ങളും ഇന്ന് മുതൽ കഠിന പ്രയത്നവും സ്വപ്നവും വാക്കും വിശ്വാസവും അത് നരേന്ദ്രമോദിക്കുള്ള സമ്മാനമായിരിക്കട്ടെ. ഈ പാലക്കാടിലെ അസംബ്ലി തെരഞ്ഞെടുപ്പിന്റെ വിജയമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അതിന് നമ്മളെല്ലാവരും അത്യധ്വാനം ചെയ്യുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എന്നെ കേട്ടതിനും കണ്ടതിനും നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. വന്ദേ മാതരം.